എന്തെങ്കിലും കാരണം കൊണ്ട് അവൾ ഇവിടുന്ന് പോയാൽ, അഥവാ ഇനി അത് ചിന്നുവിന്റെ തെറ്റുകൊണ്ടാണെങ്കിൽ പോലും ഞാൻ ക്ഷമിച്ചൊന്നു വരില്ല. ഇല്ല, ഇനി അങ്ങനെ സംഭവിക്കില്ല. എന്താ ഞാൻ പറഞ്ഞത് അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ നിനക്ക്? ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് പഠിക്കണം, പഠിച്ച് വക്കീലാവണം. എന്റെ അച്ഛൻ എനിക്ക് പുറത്തിറക്കണം. അതിനെനിക്ക് പഠിച്ചേ പറ്റൂ. എന്നെ എതിർക്കാറായ നീ, നിന്നെ ഇന്ന് ഞാൻ ഇവിടെ ഇട്ട് കൊല്ലും. അല്ലെങ്കിൽ തന്നെ ചതിയും വഞ്ചനയും കൊണ്ട് നടക്കുന്ന ശിവദാസന്റെ രക്തമല്ലേ നീ? നീ ചാകണം. കൊല്ലും നിന്നെ ഞാൻ. നിനക്ക് എന്താ ഇത്? വിട്, അവളുടെ കഴുത്തിന്ന് വിട്. നിനക്കെന്താ പ്രാന്ത് പിടിച്ചോ? കൊല്ലും. അങ്ങോട്ട് വിടാൻ. ചിന്നു, നിനക്കെന്തെങ്കിലും പറ്റിയോ? മോളകത്തേക്ക് പോ. രമേ, നീ തീക്കൊള്ളി കൊണ്ടാണ് തല ചൊറിയുന്നത്. ചിന്നുവിനെ പഠിപ്പിക്കാൻ തീരുമാനിച്ചതേ വൈദേഹി തമ്പുരാട്ടിയാണ്. വൈദേഹി തമ്പുരാട്ടിയുടെ വാക്ക് ധിക്കരിച്ചാലേ പിന്നെ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് നിനക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. എന്തോ തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ള വരവാ വൈദേഹി തമ്പുരാട്ടിയുടെ. എന്താ ഇവിടെ? ചോദിച്ചത് കേട്ടില്ലേ? എന്താ ഇവിടെ? വാ. ആ വാതിൽ പോയി കൊട്ടിയിട്. നീ ആരാണെന്നാ നിന്റെ വിചാരം? നീ ചിന്നുവിനോട് LLBക്ക് പഠിക്കാൻ പോകരുതെന്ന് പറഞ്ഞോ? അത് അവൾ അടുക്കളയിൽ പണിയെടുക്കുന്ന പെണ്ണല്ലേ. അവളെന്തിനാ ഇനി LLBക്കൊക്കെ പഠിക്കാൻ പോകുന്നത്? നിന്റെ ഭാവം മാറി, ഭാഷ മാറി, വേഷം മാറി, കാലവും മാറി. പക്ഷേ നീ മാത്രം മാറിയില്ല. അതെന്താ രമാദേവി അങ്ങനെ? രമാദേവി മാഡം, ബിസിനസ് മേഖലയിലെ പെൺ ഗർജനം.
ഇപ്പൊ നിനക്ക് മറവി രോഗം പിടിപെട്ടോ എന്ന് എനിക്കൊരു സംശയം. ആ, ആ, ആ. അതുകൊണ്ട് പഴയ ചില കാര്യങ്ങളൊക്കെ ഞാൻ നിന്റെ മൊബൈലിൽ ഇട്ടിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്ക്. നീ ചെയ്യുന്നതിനൊക്കെ നിനക്ക് കിട്ടണ്ടേ? ബിസിനസ് മാഗ്നറ്റ് രമാദേവിയുടെ പൂർവ്വകാല ഫോട്ടോകൾ ഞാൻ ഏതെങ്കിലും ചാനലുകളിലോ ന്യൂസ് പേപ്പറിലോ സോഷ്യൽ മീഡിയയിലോ കൊടുത്താ അത് നല്ല വൈറൽ ന്യൂസ് ആയിരിക്കും. ജനം അറിയട്ടെ നിന്റെ പൂർവ്വചരിത്രം. തമ്പുരാട്ടി ചതിക്കരുത്. ഞാൻ തമ്പുരാട്ടിയുടെ കാല് പിടിക്കാം. പഴയതെല്ലാം സൗകര്യം പോലെ നീ അങ്ങ് മറന്നു. പക്ഷേ എനിക്കങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. അരുത് തമ്പുരാട്ടി, ചതിക്കരുത്. തമ്പുരാട്ടി പറയുന്നത് എന്തു വേണമെങ്കിലും ഞാൻ ചെയ്യാം. എന്നെ അപമാനിക്കരുത്. ചിന്നുവിന്റെ പഠിത്തം മുടക്കാൻ ഇനി ഇറങ്ങിത്തിരിക്കരുത്. അവൾ ഇവിടെ തന്നെ കാണും. എന്തെങ്കിലും കാരണം കൊണ്ട് അവൾ ഇവിടുന്ന് പോയാൽ, അഥവാ ഇനി അത് ചിന്നുവിന്റെ തെറ്റുകൊണ്ടാണെങ്കിൽ പോലും ഞാൻ ക്ഷമിച്ചൊന്നു വരില്ല. ഇല്ല, ഇനി അങ്ങനെ സംഭവിക്കില്ല. അല്ല, ആ ഫോട്ടോസ് ചിന്നു ഏതായാലും LLBക്ക് പഠിക്കാൻ പോകുന്നില്ല. അതോ അനുവദിക്കില്ല ഞാൻ. എന്താ? ഒന്നുമില്ല. ആ, മനസ്സിലായി. ഇത്തവണത്തേക്ക് എന്നെ ഒന്ന് ഒഴിവാക്ക്. അടുത്ത ട്രിപ്പിന് ഞാൻ കൂടാം. ഏയ്, അതൊന്നുമല്ല. അങ്ങനെയായിരുന്നെങ്കിൽ കഴിഞ്ഞ മലേഷ്യൻ ട്രിപ്പിന് ഞാൻ വരില്ലായിരുന്നല്ലോ. ഇപ്പോ എനിക്ക് മാറി നിൽക്കാൻ പറ്റുന്നൊരു സമയമല്ല, അതുകൊണ്ടാ. കണക്റ്റഡ് ഫ്ലൈറ്റ് അല്ലേ? ജോസേ, ഞാൻ കുറച്ച് തിരക്കില്ല. വൈകിട്ട് അങ്ങോട്ട് വിളിക്കാം. ഓക്കെ.